വെൽക്കം ടു നീതൂസ് ക്രാഫ്റ്റ് വേൾഡ്. കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ചെയ്യുമോ ചേച്ചി ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമോ, എങ്ങനെയാണ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്, ഫുൾ വീഡിയോ വേണം, ബട്ടർ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിക്കർ മേക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു. ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സായിട്ട് നമ്മൾ ചെയ്യുന്നത് ബട്ടർ പേപ്പർ മേക്കിംഗ് ആണ്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ നെയിം സ്ലിപ്പിൻ്റെ പുറകു വശം നമ്മൾ നെയിം സ്ലിപ്പ് എടുത്തതിന് ശേഷം കിട്ടുന്ന ആ പേപ്പർ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റിക്കർ മേക്കിങ്ങിന്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബട്ടർ പേപ്പർ നമുക്ക് സ്വയം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു A4 ഷീറ്റിൽ നല്ല രീതിക്ക് 2 സൈഡും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എക്സസീവായിട്ട് വരുന്ന ഓയിലുകളെല്ലാം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുത്ത് അത് ഏകദേശം ഒന്ന് ആക്കിയെടുക്കുക. 2 സൈഡും ടിഷ്യൂ പേപ്പർ വെച്ച് നല്ല രീതിക്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങാനായിട്ട് വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിക്കേഴ്സ് വരച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ക്യൂട്ട് കവായി സ്റ്റിക്കേഴ്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് വരുന്നതാണ്. അത് നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ ഞാൻ വരച്ചെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വരച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൻ്റെ മുകളിലായിട്ട് A4 ഷീറ്റ് വെച്ചിട്ട് ട്രേസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം മാർക്കർ ഉപയോഗിച്ചിട്ട് ആ വരച്ചതിനെ ഒന്നുകൂടി ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. മാർക്കർ യൂസ് ചെയ്ത് ബോർഡർ ലൈൻ കൊടുക്കുമ്പോൾ തന്നെ അത് അടിപൊളിയായിരിക്കും കാണാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ സ്റ്റിക്കേഴ്സിനും കളർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് പെൻസിൽ കളറാണ്. നിങ്ങൾക്കിപ്പോൾ ഏതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് പെൻസിൽ കളറാണ്. പെൻസിൽ കളർ വെച്ചിട്ട് നല്ല രീതിക്ക് ഓരോ സ്റ്റിക്കേഴ്സിനും കളർ ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബട്ടർ പേപ്പർ എടുത്തിട്ട് ആ ബട്ടർ പേപ്പറിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഫുള്ളായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ചെടുത്ത ഈ കാർട്ടൂണൊക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിക്കർ വരച്ചതിൽ നിന്ന് കുറച്ചൊന്ന് വൈറ്റ് ബോർഡർ വിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മൾ ബട്ടർ പേപ്പറിൽ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിന് മുകളിലായിട്ട് ഓരോ സ്റ്റിക്കേഴ്സും ഒന്നൊന്നായിട്ട് വെച്ച് കൊടുക്കുക. ഓരോ സ്റ്റിക്കേഴ്സ് വെക്കുന്നതിനോടൊപ്പം തന്നെ ഈ സ്റ്റിക്കർ വെച്ചതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സെക്കൻഡ് ലൈൻ വെക്കുക, അതും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സായിട്ട് വെച്ച് അതിന് ടേപ്പ് വെച്ച് കവർ ചെയ്യുക. അങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സിൻ്റെ മുകളിലായിട്ടും സെല്ലോ ടേപ്പ് കവർ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് ഈ സൈഡ് കോർണർ ഭാഗത്തും സൈഡ് ഭാഗത്തൊക്കെ ഈ ടേപ്പ് ഉണ്ടാവും, അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ സ്റ്റിക്കേഴ്സും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഒരു വൈറ്റ് ബോർഡർ വരുന്ന പോലെ ഓരോ സ്റ്റിക്കേഴ്സും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു മിനി നോട്ട്ബുക്ക് ഉണ്ടല്ലോ, അതിലിത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കാം. അതിനായിട്ട് ഒരു സ്റ്റിക്കർ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് നോക്കി വരുന്നുണ്ടോ എന്നുള്ളത്. വർക്കിംഗ് ആണ്, വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ സ്റ്റിക്കർ എടുത്തിട്ട് ആ നോട്ടിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thanks for watching.